ഹായ്, വെൽക്കം ടു എജുബി. റെയിൽവേയുടെ എക്സാംസിൻ്റെ NDPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ മൗണ്ട് കാർമൽ കാഞ്ഞിരംകുളത്തുള്ളൊരു സ്കൂളിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എക്സാം സെൻറ്റർ. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കറിയാം ഇവിടെ നമ്മുടെ എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളുടെ അടുത്ത് നമുക്ക് ഈ എക്സാമിൻ്റെ റിവ്യൂസ് ഒന്ന് കേട്ട് നോക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിൻ്റെ റിവ്യൂ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് നമ്മുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിൻ്റെയും റിവ്യൂസ് എങ്ങനെയാണെന്നുള്ളത് കുട്ടികളടുത്ത് നേരിട്ട് ചോദിച്ചറിയാം. പേരെന്ന് പറയാം? സാന്ദ്ര. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? ടൈം കഷ്ടമായിരുന്നു. ഓൾമോസ്റ്റ് 70 വരെ എന്തോ അറ്റംപ്റ്റ് ചെയ്ത്. 70 അറ്റംപ്റ്റ് ഉണ്ട്. ഓക്കെ. മാത്സ്, റീസണിങ്, GK എളുപ്പമുള്ള പാർട്ട് ഏതായിരുന്നു? എല്ലാം ഒരുപോലെ ഏകദേശം എല്ലാം. ശരിക്കും മാത്സും റീസണിങ് എളുപ്പമായിരുന്നു, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് എളുപ്പമാണ്. GK കുറച്ചുകൂടി ഫാക്ച്വലായിട്ടുള്ള റീസെൻറ്റ് ഈവൻസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചോദ്യം ഓർമ്മ ഉണ്ടാവോ? ചോദ്യം മിഡീവൽ ഇന്ത്യയിൽ നിന്ന് മുഗൾ സിസ്റ്റത്തിനെ പറ്റിയുള്ള അവരുടെ മിലിറ്ററി, അക്ബറിൻ്റെ മിലിറ്ററി സിസ്റ്റത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലാൻഡ് റവന്യൂ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എളുപ്പമുള്ള പാർട്ടുകൾ ഏതൊക്കെയുണ്ട്? മാത്സ്, റീസണിങ്, GK? മാത്സ്, റീസണിങ് ഈസി, GS കുറച്ച് കഷ്ടം. ആണോ? ഓക്കെ. ഏതൊക്കെയും സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ ഏതെങ്കിലും പറയാനുണ്ടോ? ചോദ്യങ്ങളോ? അമെൻമെൻറ്റ്സ്, ആർട്ടിക്കിൾസ്, അப்புறம் റീസണിങ്, ഓർഡർ ആൻഡ് റാങ്കിങ്, മാത്സ്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. അറ്റംപ്റ്റ് എത്ര ഉണ്ടായിരുന്നു? അറ്റംപ്റ്റ് ലാസ്റ്റ് ടൈം കിട്ടിയില്ല. ഇത് എളുപ്പമായിരുന്നു പൊതുവെ? മോഡറേറ്റ്. ഗ്രാജുവേറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗ്രാജുവേറ്റ് അറ്റൻഡ് ചെയ്തു. ഓക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അത് ഗ്രാജുവേറ്റ് എക്സാം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇത് ടഫായിരുന്നാണ്? അത് ഫസ്റ്റ് തൊട്ട് ഒരു മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇത്. GS എങ്ങനെ ഉണ്ടായിരുന്നു? GK അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ. ഈ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട്? സയൻസിൽ നിന്ന് ചോദിച്ചിട്ടില്ല. സയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നു. എക്സാം ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്ര അറ്റംപ്റ്റ് എത്ര ഉണ്ട്? 80 ഉണ്ട്. ഓക്കെ. പൊതുവെ എക്സാംസ് എളുപ്പമെന്നാണ് ഒരു അറിവ്. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആ ഒരു ലെവൽ തന്നെ. കേട്ടില്ല? നോർമൽ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അതേ ലെവൽ തന്നെ. ഓക്കെ. GK എങ്ങനെ ഉണ്ടായിരുന്നു? GK കുറച്ച് പാടായിരുന്നു. കറണ്ട് അഫയേഴ്സ്? കറണ്ട് അഫയേഴ്സ് കുഴപ്പമില്ലായിരുന്നു. 2025 ചോദിച്ചു എന്ന് പറയുന്നു. 25 ചോദിച്ചു. ഓക്കെ. അതിന് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഓർമ്മയില്ല. പൊതുവെ എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നു. എക്സാമിനെ പറ്റിയെന്ന് പറയാം. ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമുള്ള ഏതൊക്കെയാണ്, പാടുള്ള ഏതൊക്കെ? എളുപ്പമുണ്ടായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു? പൊതുവെ മൊത്തത്തിൽ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ മാത്സും റീസണിങ് നല്ല എളുപ്പമുണ്ടായിരുന്നു. GKയും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമുക്ക് 25 വരെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? നരേന്ദ്രമോദി 2025 ചെയ്ത അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെയുള്ള സ്കീംസ് ആണോ? സ്കീംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്പോർട്സ് ഇതുണ്ടായിരുന്നു? സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടില്ല അധികം. സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെസ്സിയുടെ അങ്ങനെയൊക്കെയുള്ള ഫുട്ബോൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. വാലണ്ടിയറോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല. ഇത് ലാസ്റ്റ് ഇത് നോക്കിയത്. ടൈം പെട്ടെന്ന് പോയി. ഓക്കെ. എക്കണോമിക്സിൻ്റെ പാർട്ട് ഉണ്ടായിരുന്നു? ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ? ബഡ്ജറ്റ് റിലേറ്റഡ് ശ്രദ്ധിക്കാൻ പറ്റില്ല. പേരെന്നെ? செந்தூரி. எக்ஸாம் எப்படி இருக்கு? ஈஸியாக தான் இருந்துச்சு, ஆனால் கொஞ்சம் டைம் தான் பத்தலை. டைம் இஷ்யூ இருக்கா மொத்தம்? ஆமாம். GK பார்ட் எப்படி இருக்கு? ஜென்ரல் நாலேஜ் வந்து நார்மலாக நம்ம இப்போ உள்ள ஜென்ரல் நாலேஜ் தான் இருந்தது. ரொம்ப கஷ்டமாலாம் இல்லை, ஈஸியாக தான் இருந்தது. மேக்ஸ் பார்ட் மட்டும் தான் கொஞ்சம் நம்ம செஞ்சு பார்க்கறதுக்கு கொஞ்சம் கஷ்டமாக இருந்தது. ஓகே. அதுக்கு தான் டைம் கன்சியூம். அதுக்கு தான் டைம் ஆச்சு. ஓகே. GKல ஏதாவது கொஸ்டின்ஸ் ஞாபகம் இருக்கா? கரண்ட் அஃபேர்ஸ் எல்லாம் 25க்கு 2025ல உள்ள क्वेश्चंस வந்திருந்தது. ஸ்போர்ட்ஸ் இருந்து ஏதாச்சும் क्वेश्चन? ஸ்போர்ட்ஸ்ல இருந்தும் இருந்துச்சு. எந்த அவார்ட் வந்து யார் வாங்குறாங்க அப்படி. என்ன அவார்டு யோர்மை? அது வந்து பாரத் ரத்னா அவார்ட். பாரத் ரத்னா. ஆமாம். வேற சயின்ஸ் क्वेश्चंस?
சயின்ஸில் வந்து ஆப்டிடியூட்ஸ் கொஷின்ஸ் இருந்துச்சு. அதுக்கப்புறம் வந்து லைஃப் சயின்ஸில் இருந்த நம்ம விட்டமின் சி அந்த மாதிரி கொஷின்ஸ் எல்லாம். ஓகே, வைட்டமின்ஸ் ஏரியாஸ். ஆமாம், விட்டமின். ஓகே ஓகே. பொதுவே எக்ஸாம்ஸ் எப்படி இருந்து? ஈஸியாக தான் இருந்தது. அட்டெம்ப்ட் எவ்வளோ? ஆமாம், ஒரு 85-90. 85-90 தான். ஆமாம். ஓகே, நார்மல் അറ്റൻഡ് ആയതാണെന്ന് നിൽക്കുന്നത്. ആമാം. പേരെന്ന് പറയാം? അശ്വിൻ. അശ്വിന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? എൻ്റെ ഇതിലനുസരിച്ച് ആവറേജ് ആണ്. ആവറേജ് എക്സാം. എളുപ്പമല്ല പാടുമല്ല, മോഡറേറ്റ് ലെവൽ എക്സാം. എത്ര അറ്റംപ്റ്റ് എത്ര ഉണ്ടായിരുന്നു? അറ്റംപ്റ്റ് മനസ്സിലായില്ല. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു? നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് കാണിക്കത്തില്ലേ? ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല. എല്ലാം 100 ചെയ്തു. പൊതുവെ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അല്പം ടഫായിരുന്നു. എന്തോ റീസണിങ് കുഴപ്പമില്ല. GK എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻസ് moderate range, moderate to difficult. ഓക്കെ ഓക്കെ ഓക്കെ. ഹൗ മെനി അറ്റംപ്റ്റ്സ് യു ഹാവ്? ഇത് RRB this is my second attempt. അല്ലല്ല, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് പണിയാച്ചു? 68 questions. 68. പൊതുവെ എക്സാംസ് മോഡറേറ്റ് ലെവൽ എന്താ? ஓகே. ஜிகேல எப்படி இருந்தது? ஜிகே क्वेश्चंस. GK moderate to difficult. ஏதாச்சும் क्वेश्चंस ஞாபகம் இருக்கா? കിട്ടുന്നു സ്ട്രൈക്ക് ആകാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളുടെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും എങ്ങനെയൊക്കെ നമുക്ക് അടുത്ത് ഇനി പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണമെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എജുബിയിലെ സ്റ്റുഡൻസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ NDPC ബാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ചേർന്നിട്ടുള്ള മിക്ക ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം എക്സാംസ് ഒരുവിധം മോഡറേറ്റ് ആണ്, തീരെ ഡിഫിക്കൽട്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചുകൾ, അതായത് SSCയും ബാങ്കിൻ്റെയും റെയിൽവേയുടെയും അടുത്ത ബാച്ചുകൾ ഈ മാസങ്ങൾ ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. May 20th നമ്മുടെ അടുത്ത ബാച്ചിൻ്റെ ഡേറ്റ് വരുന്നത്. ഓഫ്ലൈനായിട്ട് നമ്മുടെ തമ്പാനൂർ പിന്നെ നെയ്യാറ്റിങ്കര, ഈ 2 സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ നെയ്യാറ്റിങ്കരയിലാണ് നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചസ് വരുന്നത്. അതിന് അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിലും May 20th തന്നെയാണ് നമ്മുടെ SSC ബാങ്ക് റെയിൽവേയുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു.